ശ്രീ സലിം മടവൂർ, ഇപ്പോൾ നാളെ നിങ്ങളുടെ നേതൃയോഗം ആരംഭിക്കാനിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിക്കാനിരിക്കുകയാണ്. ഈ സംസ്ഥാന ഭാരവാഹി യോഗം തൃശ്ശൂരിൽ നടക്കുന്നതിൻ്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇടതുമുന്നണിയിലുള്ള നിങ്ങളുടെ അതൃപ്തി തന്നെയാണെന്ന് യൂജിൻ മൊറേലിയൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ ആശയപരമായൊരു പ്രശ്നം? എന്താണ്, എന്തൊക്കെ എതിർപ്പുകളാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഇടതുമുന്നണിയിൽ നേരിടുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഒന്ന് ചുരുക്കി. ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ല ചർച്ച. ന്യായമായി ലഭിക്കേണ്ട സ്ഥാനമാനങ്ങൾ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഒരു MLA ഉള്ള പാർട്ടികൾക്കൊക്കെ 2.5 വർഷം മന്ത്രിസ്ഥാനം കൊടുത്തു. ഞങ്ങളുടെ പാർട്ടിക്ക് ആ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം പരിശോധിച്ച 4ാമത്തെ പാർട്ടിയാണ് നിലവിൽ RJD. തന്നെയുമല്ല, ഞങ്ങൾ മുന്നണി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെത്തിയപ്പോൾ നേരത്തെ മത്സരിച്ച സിറ്റിംഗ്, അതായത് UDF സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് മത്സരിച്ചത്. എന്നിട്ടും 4ാം സ്ഥാനത്തെത്തിയ ഒരു പാർട്ടിയാണ്. ശക്തമായ പ്രാദേശിക സ്വാധീനമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നന്നായി പ്രവർത്തിച്ചു. അങ്ങേയറ്റം പ്രശംസ പിടിച്ചുപറ്റിയ രൂപത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് നീതിപൂർവ്വമുള്ള ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നീതി ചെയ്യാതിരിക്കുകയും RJDയുടെ പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊതുസമൂഹം ഇതൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ളത് മുന്നണി നേതൃത്വവും മനസ്സിലാക്കണം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനീതി കാണിക്കുകയും ആ രാഷ്ട്രീയ പാർട്ടി കയ്യും കാലും കെട്ടിയിട്ടതുപോലെ അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥയിൽ പ്രതികരിക്കാൻ കഴിയാതെ ആ പാർട്ടി മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പൊതുസമൂഹം, വോട്ട് ചെയ്യുന്ന പൊതുസമൂഹം ഇതേക്കുറിച്ച് പ്രതികരിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. ആ പ്രതികരണം ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് ആളുകൾ. കാരണം ഇത്തരത്തിലുള്ള അനീതിയെ പൊതുസമൂഹം അംഗീകരിക്കില്ലല്ലോ. അപ്പൊ അതൊക്കെ തിരുത്തപ്പെടേണ്ട തെറ്റുകളിൽ പെട്ടതാണ് അനീതി. അപ്പൊ അതുകൊണ്ട് ഈ മന്ത്രിസ്ഥാനവും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിഷേധിച്ച മന്ത്രിസ്ഥാനം ഇത്രയും വേഗം ഈ പുനഃസംഘടനയിൽ RJDക്ക് നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പരിഹാരമാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും പിണറായി വിജയൻ ഇന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു, തിരുത്തലുകളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അത് നിങ്ങളുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള എന്തെങ്കിലും തിരുത്തലുകൾ അക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന വല്ല പ്രതീക്ഷയുണ്ടോ? അല്ല, തിരുത്തലുകൾ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളാണല്ലോ. ആശയപരമായ കാര്യത്തിൽ തിരുത്തലിന്റെ വിഷയം വരുന്നില്ലല്ലോ. നിലപാടുകൾ ശക്തമാണ്. അത് വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ ചർച്ചയിലും പറഞ്ഞു, അത് തിരുത്തില്ല, നിലപാടുകൾ തിരുത്തില്ല. അതേസമയത്ത് ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം. ഏകാധിപത്യത്തോടെയുള്ള സമീപനങ്ങളിൽ നിന്ന് CPM മാറണം. എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകം, അതായത് തമിഴ്നാട്ടിൽ CPM-നെ, ബീഹാറിൽ CPM-നെ, രാജസ്ഥാനിൽ CPM-നെ, ബംഗാളിൽ CPM-നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പരിഗണിച്ചുവോ അതേപോലെ കേരളത്തിൽ CPM കൂടെയുള്ള ചെറിയ പാർട്ടികളെ പരിഗണിക്കണം. ആ പരിഗണന ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ന്യായമാണ്, ഞങ്ങളുടെ അവകാശമാണ്. സലിം മടവൂർ, ഇത് അവഗണിക്കുന്നു എന്നുള്ള നിങ്ങളുടെ പരാതി ഉയരുന്നത് പ്രത്യേകിച്ച് ഈ CPM നേതൃത്വത്തെ മുഴുവനുമായാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കളെയാണോ? അപ്പോൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഞങ്ങൾക്ക് CPM നേതൃത്വമാണല്ലോ തരേണ്ടത്. അർഹതപ്പെട്ടത് തരുന്നില്ല, അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ തരുന്നില്ല. അതേക്കുറിച്ചാണ്. ഇപ്പോ ബീഹാറിൽ ഞങ്ങളുടെ പാർട്ടി പരമായ പരിഗണന അവിടെ കൊടുക്കുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ രാജസ്ഥാനിൽ കൊടുക്കുന്നു, അവർക്ക് MP കിട്ടുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കൊടുക്കുന്നു. എന്തുകൊണ്ട് CPM-ന് മേൽക്കോയ്മയുള്ള മുന്നണിയിൽ അതേപോലെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? അതാണ് സ്വയം വിലയിരുത്തേണ്ടത്. അവിടെയാണ് തിരുത്തുവേണ്ടത്. തീർച്ചയായും ചില ആശയപരമായ വിഷയങ്ങളും നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറയും. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിലെല്ലാമുള്ള പ്രതികരണം എങ്ങനെയാണ്? അതായത് ആശയപരമായ നീക്കങ്ങൾ, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പീഡിത വിഭാഗത്തിന് എന്താ? അല്ല, ജാതി സെൻസസ് ഞങ്ങളുടെ ഇന്നത്തെ ഡിമാൻഡാണ്. ജാതി സെൻസസ് നടത്തിയിട്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട സംവരണം കൊടുക്കണമെന്നുള്ളത് എക്കാലത്തെ ഈ സോഷ്യലിസ്റ്റുകളുടെ നിലപാടാണ്. തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് അടിയന്തരാവസ്ഥയിൽ പീഡിതരായവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നേരത്തെ നമ്മളോട് സംസാരിച്ച യൂജിൻ മൊറേലി പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് അതൊന്നും ഇപ്പോൾ അതൊക്കെ പൊതുവെ ഞങ്ങളുടെ പാർട്ടി എക്കാലത്തും ആവശ്യപ്പെടുന്നതാണ്. അതല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇപ്പോൾ പ്രായോഗികമായിട്ട് നടത്തേണ്ട കാര്യങ്ങൾ പാർട്ടിയുടെ നിഷേധിക്കപ്പെട്ട നീതിയുണ്ട്. ആ നീതി നൽകണം, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നൽകണം പാർട്ടിക്ക്. മറ്റതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. CPM-ലുണ്ടല്ലോ ഈ അടിയന്തരാവസ്ഥ പീഡിതര്, BJP-ലുണ്ട്, ജനതാദളിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. എന്നാൽ RJDക്ക് മാത്രമായി നിഷേധിക്കപ്പെട്ടത് ഇവിടെ മന്ത്രിസ്ഥാനമാണ്. അതേക്കുറിച്ചാണ് ഗൗരവമായിട്ട് പാർട്ടി തലത്തിൽ തീരുമാനമെടുത്തത്.
തീർച്ചയായും ഈ ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം നിഷേധിക്കുന്നു എന്നതിനപ്പുറം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നിഷേധിക്കുന്നതിലപ്പുറം മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ, അതായത് CPM-ൻ്റെ വലിയേട്ടൻ മനോഭാവം എന്നൊക്കെ കാലങ്ങളായി രാഷ്ട്രീയ രംഗത്ത് കേൾക്കുന്ന വാക്കുകളാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അടിച്ചേൽപ്പിക്കലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതായത് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്നുണ്ടോ? ആർ ജെ ഡി താല്പര്യമില്ലാത്ത തെറ്റെന്ന് പറഞ്ഞ വിഷയങ്ങൾ നടപ്പാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പക്ഷെ പൊതുസമൂഹം വിലയിരുത്തിയോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ പൊതുസമൂഹം വിലയിരുത്തിയത് ഏത് വിഷയത്തിലായിരിക്കും? താങ്കൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? അല്ല, ഈ ഇതൊക്കെ കാണുന്ന സമയത്ത് പൊതുസമൂഹം ഇതൊക്കെ വിലയിരുത്തിയോ, ഇങ്ങനെ ഒരു പാർട്ടിയോടൊക്കെ അനീതി കാണിച്ചത് ശരിയായില്ല എന്ന്, ഘടകകക്ഷികളോട് ജനാധിപത്യപരമായി പെരുമാറിയില്ല എന്നൊക്കെ പൊതുസമൂഹം വിലയിരുത്തിയോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അല്ലാതെ ഇത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിലൊന്നും ഇങ്ങനെ ഒരു തിരിച്ചടി നമ്മൾ കാണുന്നില്ല, അതിന്റെ സാഹചര്യം കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് എന്തായിരിക്കും സാഹചര്യം? എങ്ങനെയാണ് അത് ആർ ജെ ഡി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അത് ആർ ജെ ഡി നാളെയാണ് വിലയിരുത്തുക. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് നാളത്തെ യോഗത്തിലാണ് വിലയിരുത്തുക. നാളെ മീറ്റിംഗ് കൊണ്ട് ഞങ്ങൾ വിലയിരുത്തും. അതിനുശേഷം നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, നന്ദി സലീം മടവൂർ.